കേസ് വരാനും സമാധാന കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ആ മറ്റ് തുടർ നടപടികളിലേക്ക് സർക്കാർ എത്രത്തോളം തീർച്ചയായിട്ടും അതിലേക്ക് തന്നെയാണ് കിടക്കുന്നത്. അതിന് സമയമെടുക്കും. അത് ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വിശദമായി ഈ കാലത്ത് അബ്ജോദ് നടത്തിയ ഒരു ടെലിഫോണിൽ അതിനകത്തെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് എത്ര നമ്മുടെ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ഉണ്ടായിരുന്നു, അത് എന്ത് വിലയ്ക്ക് വാങ്ങിച്ചതാണ്, അത് വെച്ച് നമ്മൾ മെയ് വരെ വില കൂട്ടാതെ എങ്ങനെ മാനേജ് ചെയ്തു. പക്ഷെ അതിനുശേഷം വരാൻ തുടങ്ങിയ കൺസ്ട്രക്റ്റഡ് സപ്ലൈ വെച്ച് എത്രമാത്രം നമുക്ക് വില കൂട്ടേണ്ടി വന്നു. ആ കൂട്ടിയ 14 രൂപയിൽ 14 കുറച്ച് പൈസ കുറവുണ്ട്. ആ 10 രൂപ ആദ്യം കൂട്ടിയ സമയത്ത് തന്നെ അതെങ്ങനെ ജനങ്ങളുടെ പേഴ്സിൽ ഇമ്പാക്ട് ചെയ്യാതെ ഓയിൽ കമ്പനീസ് ഓൾറെഡി ഡിസ്ട്രസ്സിലായതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് 10 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ ടാക്സിലേക്ക് അത് അബ്സോർബ് ചെയ്തത്, ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞത്. പിന്നെ കൂടിയ ഒരു 3.94 പൈസയുടെ വർധനവാണ് ഇപ്പൊ ഇമ്പാക്ട് ചെയ്തിരിക്കുന്നത്. അതിന് തിരിച്ച് റോൾ ബാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പൊ വില കുറച്ചു, എല്ലാം ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി, അങ്ങനെയല്ല. ഈ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യങ്ങളിലെ എല്ലാം ഒരു സ്മൂത്ത് ഓപ്പറേഷൻ, വീണ്ടും ക്രൂഡ് അവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് അവര് കയറ്റി അയക്കുന്നതിന് കാലതാമസമുണ്ട്. അത് ഇനി ഹോർമോസിൽ ഉണ്ടാവാൻ പോകുന്ന എക്സസീവ് ട്രാഫിക്, അതിനകത്ത് ഇതെല്ലാം ഒരു മൂവ്മെന്റിലായി നോർമലൈസ് ചെയ്യണ്ടേ, അതിനുള്ള സമയമെടുക്കും. ഇപ്പൊ ഭരണം വന്നപ്പോ ഒരു മാസം ആവുമ്പോഴാണ് എയിംസിന് സജീവമാക്കേണ്ടതല്ലേ? എന്താ അവരെന്തെങ്കിലും അന്ന് വന്നിട്ടില്ല. അത് ഞാൻ അന്ന് പറഞ്ഞു അതിന് വ്യക്തമായി. മുരളിച്ചേട്ടൻ പറഞ്ഞതിനകത്തും ഒരു ചെറിയ അപാകതയുണ്ട്. എവിടെ വേണമെങ്കിലും തരാം, നിങ്ങൾ ഞാൻ അനൗൺസ് ചെയ്തോ, അങ്ങനെയല്ല. ഇത് ഒഫീഷ്യലായിട്ട് കേരളത്തിലെ ഹെൽത്ത് മിനിസ്റ്റർ, ഇവിടുത്തെ ചീഫ് സെക്രട്ടറി, കേന്ദ്ര ഇത് ആരാണോ ഇത് നിർവഹിക്കുന്നത് ആ കമ്മിറ്റിയിലേക്ക് അങ്ങനെയുള്ള 5 സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്ത്, അത് 5 ജില്ലയായാൽ നല്ലത്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോടുകൂടി ഒരു പ്രദേശത്തിന് എങ്ങനെ വികസനം പുതുതായി വരുന്നു എന്ന ഒരു വാല്യൂ ആഡ് കമ്പണന്റ് കൂടി പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലങ്ങൾ അവിടെ പ്രപ്പോസ് ചെയ്താൽ അവിടെയാണ് പിന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം നിശ്ചയിക്കപ്പെടുന്നത്. അതല്ലാതെ ഇത് നമുക്ക് തെരുവ് കച്ചവടം പോലെ 5 സ്ഥലങ്ങളുണ്ട് എടുത്തോ അങ്ങനെ പറയാനൊക്കെ പറ്റും. ആരോഗ്യമന്ത്രി വന്നതിന് ശേഷം കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അറിയിച്ചിരുന്നു. അത് ഇവിടുത്തെ തൃശ്ശൂരുള്ള ബിസിനസ് ക്ലൗഡിനെ അറിയിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വിളിച്ചിട്ടില്ല, വിളിച്ചാലും വെക്കാം. തീർച്ചയായിട്ടും എടുക്കാം. പക്ഷെ ഇത് ഞാൻ കുറച്ച് പറഞ്ഞല്ലേ കേൾക്കുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ഇത് ഉണ്ടായിട്ട് ഞാൻ ഹെൽത്തുമായിട്ട് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും. പക്ഷെ ഞാൻ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സന്നദ്ധനായതുകൊണ്ട് അദ്ദേഹം വിളിച്ചാൽ തീർച്ചയായിട്ടും ചെല്ലും, സംസാരിക്കും. ഞാൻ എന്റെ റോൾ അപ്പോൾ പ്ലേ ചെയ്യും.